ഒരു ജീവിതത്തിൽ പല പ്രതിസന്ധി നേരിട്ട ആളുകളുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ജീവിത കഥകൾ പല രീതിക്കുമുണ്ട്. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതം ഏതൊക്കെ ട്രാക്കിലൂടെ പോയി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. ആ കുട്ടി ഒരു സിനിമയിൽ വന്ന് ഞാനാണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമ കുരുവിപ്പാപ്പ. ഈ കഥ കേട്ടപ്പോൾ വിനീത് എന്താണ് തോന്നിയത്? അത് തന്നെ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ തൻഹയുടെ രക്ഷിതാക്കളുടെ ആ ഒരു 100% അവർക്കാണ് ആദ്യം ഒരു ഇങ്ങനെ ഒരു തോട്ട്. അവരോട് സംസാരിച്ചപ്പം പല പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും അറിയാലോ. ഒരു സിനിമ നിർമ്മിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ടു ഗെറ്റ് ദ ബെസ്റ്റ് പീപ്പിൾ, ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും ആ ക്യാരക്ടറിന് അനുയോജ്യമുള്ള ആൾക്കാരെ കിട്ടുക, അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം പോലെ ഒത്തുവരിക, അത് ഈ പടത്തിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓൺ എ പേഴ്സണൽ നോട്ട്, സ്ക്രിപ്റ്റ് വായിച്ചു, ഡയറക്ടർ ജോഷി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ആൻഡ് ജോഷി ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഓൾറെഡി 2-3 സിനിമകൾ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡയറക്ടറാണ്. ആൻഡ് ഇതിൽ ശ്രീ ലാൽ ജോസിൻ്റെ ഒരു സൂപ്പർവിഷൻ ഓൾസോ ഇസ് ദെയർ. അപ്പം സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു. അങ്ങനെ എനിക്ക് ഒരു ദിവസം നൈറ്റ് ഷൂട്ടായിരുന്നു ഹൈദരാബാദിൽ. അപ്പം അന്ന് ഉച്ചയ്ക്ക് ശേഷം ഐ വാസ് ഫ്രീ. ഞാൻ ഒറ്റയടിക്കിരുന്ന് ഞാൻ വായിക്കായിരുന്നു. ആൻഡ് അത് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. ആ കഥയുടെ എലിമെൻ്റ് ആയാലും അതിലെ കഥാപാത്രങ്ങളായാലും അതിലെ സീക്വൻസസ്, സ്ക്രീൻ പ്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് വായിക്കുമ്പോൾ ഏകദേശം ആ പടത്തിൻ്റെ ഒരു ഗ്രാഫ് നമ്മുടെ മനസ്സിൽ വരും കഥാപാത്രത്തിന്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ നേരിട്ട് കണ്ടു. അപ്പോഴാണ് മിസ്റ്റർ ബഷീറിനെയും ജാസ്മിൻ ബിസ്മിത്ത്, മോളെ ഞാനന്ന് കണ്ടിട്ടില്ല, അപ്പം അവരൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ അവർ ഭയങ്കര ഒരു ടീമായി മാറി. സോ അതിൻ്റെ ഭാഗമായി. അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു അഭിമാന മുഹൂർത്തം കൂടെ ഉണ്ട്. ഇത്തരം സിനിമയിലാവും നമുക്ക് ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലേ. വിനീതിൻ്റെ ഓരോ സിനിമകളും എല്ലാം ഒന്നിനൊന്നും. പക്ഷേ ഇത്തരം സിനിമയിൽ നമ്മൾ അഭിനയിക്കാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മളൊരു അഭിമാനത്തിൻ്റെ ഭാഗമാവുന്നത്. അതെ, അത് ആ സബ്ജക്റ്റിൻ്റെ ഒരു മേന്മ, പിന്നെ കഥാപാത്രം, ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു വളരെ അപൂർവമായ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണറാണ്. ഒന്ന് അതിൻ്റെ ഭാഷയായാലും, ഈവൻ വളരെ ഒരു സാധാരണ കുടുംബത്തിലെ ആൾക്കാരാണ് ഇവർ. അങ്ങനെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈൽ അതൊന്നും അല്ല. ഇവർ വളരെ ഒരു മിഡിൽ ക്ലാസ്. അതാണ് ഈ കഥയുടെ ആരംഭം. പിന്നെ അവർ ബിക്കം ഫ്ലറിഷ് ചെയ്ത് വരുന്നതാണ് ലേറ്റർ ഓൺ. സോ ആ ഒരു കഥാപാത്രം, അതും ഒരു തലശ്ശേരിക്കാരനായിട്ട്, ബിക്കോസ് ഇദ്ദേഹം തലശ്ശേരിക്കാരനാണ്, ബഷീർ പ്രൊഡ്യൂസർ. സോ ആ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്, മോളുടെ അച്ഛൻ്റെ. അപ്പോൾ ആ തലശ്ശേരിക്കാരെന്നുള്ള എലിമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട്, ബിക്കോസ് ഞാൻ തലശ്ശേരിക്കാരനാണ്. ആൻഡ് ഈ ഭാഷ ഒരുപാട് ആരാധിച്ച ഒരാളാണ് ഞാൻ. എസ്പെഷ്യലി നോർത്ത് മലബാർ മുസ്ലിം സ്ലാങ് ഉണ്ട്, ഭയങ്കര രസം അവരുടെ. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ചില കോൺവെർസേഷൻസ് ഉണ്ട്. അത് എനിക്കൊന്ന് പടങ്ങളിൽ അധികം വന്നിട്ടില്ല. നമുക്ക് തട്ടത്തിൻ മറിയത്തിലൊക്കെ അതിൻ്റെ ഒരു ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ. ഇൻഫാക്ട് ഞാൻ വിനീതിനെ കാണുമ്പോൾ എപ്പോൾ ചോദിക്കും വിനീത് ശ്രീനിവാസൻ, ബിക്കോസ് നമ്മൾ രണ്ടാളും തലശ്ശേരിക്കാരാണ്. അപ്പോൾ ഞാൻ വിനീതിനോട് ചോദിക്കും, വിനീത് നമുക്കൊരു നല്ല ഒരു ഒത്തൻറ്റിക് തലശ്ശേരി ഭാഷയിൽ ഒരു സിനിമ ചെയ്യണം എപ്പോഴെങ്കിലും. അപ്പോൾ അത് കേട്ടാൽ കുറേ മുമ്പ് ബിക്കോസ് ശ്രീനേട്ടനും തലശ്ശേരിക്കാരനാണെങ്കിലും ശ്രീനേട്ടൻ്റെ ഭാഷയിൽ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് ആണ് ചില വാക്കുകൾ. അപ്പോൾ അത് ഞാൻ ശ്രീനേട്ടനോട് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഒരു റിഫൈൻഡ് മലയാളം വന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നു, ഡ്രാമാസിൽ. സോ അങ്ങനെ എൻ്റെ മലയാളം ഞാനത് മോഡിഫൈ ചെയ്ത് അങ്ങനെ ആയി എന്ന് അദ്ദേഹം പറയുന്നു. സോ അങ്ങനെ എനിക്ക് വീണ് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമാണ് ഈ ജംഷീദ് എന്നുള്ള ക്യാരക്ടർ. ബിക്കോസ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാനത് ആസ്വദിച്ച് ചെയ്തു. അത് ഓഫ്കോഴ്സ് പ്രേക്ഷകരും അതേപോലെ ആസ്വാദനം ഉണ്ടാവും. പിന്നെ ഒന്ന്, എൻ്റെ കരിയറിൽ വളരെ വ്യത്യസ്തമായി ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണർ, ഇതുവരെ ചെയ്യാത്ത പല മൊമെന്റ്സ് ആസ് എൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു സിനിമയിൽ പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. മുക്തയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. അന്നൊക്കെ ഞാൻ ചോദിച്ചു, മുക്ത എന്താണ് സിനിമ, മോളൊക്കെ സിനിമയിൽ എന്താണ് മുക്ത സിനിമയ്ക്ക് വരുന്നില്ലേ? അപ്പം കാത്തിരുന്ന ആ ഫലം ഈ സിനിമയിലേക്ക് എത്തിയല്ലേ? ഇതിനു വേണ്ടി കാത്തിരുന്നു എന്ന് പറയാം. വേണമെങ്കിൽ പറയാം. അല്ല, നമ്മളങ്ങനെ സിനിമ എന്ന് പറയേണ്ടത് സംഭവിക്കേണ്ടതല്ല ചേട്ടാ. നമുക്ക് അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെ വന്നപ്പോൾ ആ കഥാപാത്രം ഇന്നും ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പം അതുപോലെ നമ്മളൊരു റീ എൻട്രിയാണ് ഈ സിനിമ കുരുവിപ്പാപ്പ എന്ന് പറയുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം. ആ വരവ് അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെ വരുന്നു.
ഇപ്പം രണ്ടാമത് എൻ്റർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും ഉറങ്ങാത്ത വീടുകളായിരുന്നു അല്ലേ? അതെ, അച്ഛനും അമ്മയും ഇത്രയും നാളുകൾ ഉറങ്ങിയില്ല ഈ വീട്ടില്. ആ വീട്ടിലേക്കാണ് വന്നത് അമ്മയായിട്ട്. അതെ. അന്ന് എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് അറിയാം. അത് അവരെ ഒരു പാരന്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന കഥാപാത്രം ജാസ്മിൻ്റെയാണ്, അമ്മയുടെ കഥാപാത്രമാണ്. അപ്പം കുറച്ചുകൂടെ അമ്മ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്ന നിലയിലേക്ക് മാറ്റിയെടുത്ത് ഒരു അമ്മ എന്ന നിലയിലേക്ക് ചോദിക്കുകയാണ്. ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ അമ്മ അനുഭവിച്ച ഒരു വേദനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ? അത് മുക്തയിലേക്ക് വരുമ്പോൾ മുക്ത എന്തുമാത്രം പെർഫോമൻസ് ചെയ്തെന്ന് തിയേറ്ററിൽ പോയി പ്രഷർ കാണുമ്പോഴാണ് വിധി എഴുതുന്നത്. അത് ഇവരുമായിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് കാരണം ഓരോ സീൻ ചെയ്യുമ്പോഴും ജാസ്മിൻ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കാണുവാണ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ നേരത്തെയും പറഞ്ഞു, പല കാര്യങ്ങളും ഇപ്പോഴാണെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിച്ചാൽ അവരുടെ കണ്ണു നിറയും. കാരണം അവരത്രയും കുറേ ബുദ്ധിമുട്ടേറിയ കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു അമ്മയാണ്, ഒരു സ്ട്രോങ് വൈഫാണ്. ഒരു കുഞ്ഞ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ കസേരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പാരൻസ് വിചാരിച്ചാൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് മോളെ വളർത്തിയത് കൊണ്ടാണ്. ആ ഒരു ഫുൾ കോൺഫിഡൻസ്. കാരണം ജാസ്മിൻ ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു കണ്ടന്റാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അത് കുറേ കേട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ജാസ്മിൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കുറേ അനുഭവിച്ചത് മുക്ത എന്നൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാനാണെങ്കിൽ നന്നാക്കാൻ പറയും. കുറച്ചുകൂടെ ഞാൻ അന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മദർ ഇൻ ലോന്റെ അടുത്തൊക്കെ ഷൗട്ട് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്താൽ ഞാൻ കുറച്ചും കൂടെ അന്ന് റിയാക്ട് ചെയ്തായിരുന്നു. അത് പറയുമ്പോൾ നമുക്കറിയാം അവരനുഭവിച്ച. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്താണോ അതാണ് ഞാൻ എക്സാക്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ വേദന നിന്ന് പോയത് മോളാണ് അല്ലേ? വീട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും അല്ലേ? ആ ഒരു സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന ഒരു അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണമല്ലോ സിനിമയും. അമ്മ ഈ പറഞ്ഞ ജാസ്മിൻ്റെ അടുത്താണ് കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഒരു സിനിമയാവുന്നു അല്ലേ? അത് ജീവിതകഥ എഴുതുന്നു അല്ലേ? ആ പേന പിടിക്കുമ്പോൾ എത്ര തുള്ളിക്കണ്ണീര് വീണിട്ടുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? അത് മാത്രമേ ഉള്ളൂ. എഴുതിയത് മാഞ്ഞു പോകുന്ന കണ്ണുനീരായിരിക്കും വീണിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വീണ്ടും വീണ്ടും എഴുതേണ്ട വന്നു. അതെ അതെ, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷെ ഇപ്പൊ അഭിമാനിക്കാം. മാർച്ച് 1-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകരും ഏറ്റെടുക്കാൻ പോവാണ്. ഏറ്റെടുക്കേണ്ട സിനിമയാണ്. അതൊക്കെ എന്റെയൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറി ഈ സിനിമ ഇപ്പൊ വിജയിപ്പിക്കുക എന്നുള്ളത്. ഒരു മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഇതൊക്കെ ഒരു ബാധ്യതയായി മാറുവാണ് ഇപ്പൊ. ഇത്തരം കഥകൾ. എനിക്കും മോളുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ കുട്ടികൾ. അപ്പൊ നമുക്ക് ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ?